ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രേണുസുതി മെമ്പർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഒരു പട്ടിക്കുഞ്ഞു പോലും പോയി പർച്ചേസ് ചെയ്യില്ല, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും കാട്ടവരാധങ്ങൾ ഇനി അതിൻ്റെ അകത്ത് കാണിച്ചിട്ട് നാട്ടുകാരെ മുഞ്ചിച്ച് പൈസ ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഈ അപരാധങ്ങളെല്ലാം കൂടി, ഈ വരുന്ന സകലമാന അപരാധങ്ങളും കൂടി ആ മെമ്പർഷിപ്പിന്റെ അകത്ത് ഇട്ടിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം നിന്റെയൊക്കെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുറെ അപരാധികൾ കാണുമല്ലോ, ഇതെല്ലാം കൂടി വന്നിട്ട് പർച്ചേസ് ചെയ്തിരുന്ന് കാണട്ടെ. നമുക്കിത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്, സീരിയസ്ലി പറയാമല്ലോ. അപ്പൊ കുറെ പേര് വിചാരിക്കും, എടാ രേണുവിന്റെ ഒരു മെമ്പർഷിപ്പ് വീഡിയോയിൽ കാണിച്ചാടാന്ന്. പിന്നെ എനിക്ക് പ്രാന്തല്ലേ ഈ അപരാധങ്ങളൊക്കെ ഇനി പൈസ കൊടുത്ത് അങ്ങോട്ട് പോയി കണ്ടിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടിട്ട് നിങ്ങൾക്ക് തരാം. ഞാൻ ചെയ്യത്തില്ല, ഒന്നാലും ഞാൻ ചെയ്യത്തില്ല. ഇമാതിരി അപരാധം അതോടെ അങ്ങ് തീരണം. അത് ഇനി പുറം ലോകം കാണാൻ പാടില്ല. അങ്ങനത്തെ അപരാധങ്ങളായിരിക്കണമല്ലോ ഈ മെമ്പർഷിപ്പിന്റെ അകത്ത് ഇങ്ങനെ പൈസ കൊടുത്ത് കാണേണ്ട വരുന്ന. എന്തായിരിക്കും എക്സ്ക്ലൂസീവ്? എന്തേലും ആവട്ടെ, നമുക്ക് അതിലോട്ട് വരാൻ കുറച്ച് സമയമുണ്ട്. അതിനു മുന്നേ ഇന്നലെ ഒരു സീറ്റ് ബെൽറ്റ് വിവാദ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണു. ഉളുപ്പില്ലേ നിനക്ക്? നിന്റെ മോൻ ഇത് കാണുന്നു എന്നുള്ളൊരു വിചാരം? നഹിഹേ. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അതെങ്കിലും കാലക്രമേണ നടക്കട്ടെ, എനിക്കെങ്കിലും രണ്ട് ഉപയോഗം ഉണ്ടാവട്ടെ ഈ അപരാധങ്ങളെ കൊണ്ട്. എന്തായാലും സീറ്റ് ബെൽറ്റ് വിവാദത്തിന്റെ വീഡിയോ കാണാം. കൊള്ളാലോ, അയ്യോ കൊള്ളാലോ, നല്ല ആണ്ടിയും പൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്, ഉളുപ്പില്ല. കൊല തന്നെ, കൊല. സീറ്റ് ബെൽറ്റ് വിവാദം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇവക്ക് ഉളുപ്പില്ല എന്ന് പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിന്റെ കമന്റ് ബോക്സ് ഓഫാണ്. ഞാനിവിടെ കൊടുക്കാം. ലൈക്കിന്റെയും മറ്റേ അതിന്റെ ഷെയറിന്റെ ഒക്കെ മാത്രമേ ഉള്ളൂ. കമന്റ് ബോക്സ് ഓഫാണ്. എന്തായാലും നിനക്ക് പേടിയാണോ കമന്റ് ബോക്സ് ഓൺ ആക്കി വെക്കാൻ? നാട്ടുകാർ തള്ളക്കി വിളിക്കൊന്നും പൊങ്കാലയിടൊന്നും അറിഞ്ഞു വെച്ചും കൊണ്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് അങ്ങ് ഇരിക്കുകയാണ്. ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്ത് വെച്ചും കൊണ്ട്. മെമ്പർഷിപ്പ് എത്ര രൂപയാണെന്ന് അറിയണ്ടേ? അറിയിച്ചു തരാം. ഇനി വേറൊരു വീഡിയോ കൊടുക്കാം. ആ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയും ഓരോ ഗതികെട്ട സാധനങ്ങളെ. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. അവിടെ എന്താ കാണാനുള്ളത് എന്ന് പറയോ രേണു? ഇനി സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് എന്താണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യ നിഗൂഢക്കടക്കടമായ വീഡിയോസ്? മിക്കവാറും എന്തെങ്കിലും കോലാങ്കണ്ടി കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടും, അല്ലാണ്ട് ഒരു തേങ്ങയും കാണത്തില്ല. ഇപ്പൊ തരാം എന്ന് പറയും. പിന്നെ ഇതിന്റെയൊക്കെ പോയി കാണാൻ മാത്രം ഗതികെട്ടവന്മാരൊക്കെ ഈ നാട്ടിലുണ്ടോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇതിനൊക്കെ സബ്സ്ക്രിപ്ഷൻ കയ്യിലിരിക്കുന്ന പൈസ അങ്ങോട്ട് കൊടുത്ത് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന വിവരദോഷികളെ, വിഡ്ഢികളെ, ഷൊണ്ണകളെ നിനക്കൊക്കെ വേറെ പണിയില്ല എന്നേ ചോദിക്കത്തുള്ളൂ. കാരണം അങ്ങനെയുള്ള ഷൊട്ടകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സും ഓഫാണ്. കാരണം ഇവക്ക് പേടിയാണ് കേട്ടോ. ഇപ്പൊ നാട്ടുകാർ പൂരത്തെറി വിളിക്കുന്നുണ്ട്, നൈസായിട്ട് കമന്റ് ബോക്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് കയറി മുങ്ങിയിരിക്കുകയാണ്. ചോണ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആക്കി വെക്കരുത്. പിന്നെ എല്ലാം സുധിയേട്ടന് വേണ്ടിയിട്ടാണ് നീ പറയുന്നത് കേൾക്കുമ്പോൾ മാത്രം ഒരു ആശ്വാസം. നല്ലതാ. ഇനി വേറെ ഒരു വ്ളോഗറിനെ ഇട്ടിട്ട് ഇവള് പ്രതികരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് ചിരിയാണ് വന്നത്. നിന്റെയൊക്കെ 10 പറയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാത്തിനാ നമ്മൾ ഗീരവത്ത് ഉണ്ടാക്കാതിരിക്കുന്നത്? എന്തായാലും മെമ്പർഷിപ്പൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് എന്താണ് ഉദ്ദേശം? ഇനി അതിന്റെ കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ ചേച്ചിമാരൊക്കെ യൂട്യൂബിൽ നിന്ന് ലൈവ് ഇടാറുണ്ട്, മറ്റേ അപരാധങ്ങൾ പൊക്കി കാണിച്ചും കൊണ്ട്. അങ്ങനത്തെ കുറെ ടീമുകളുണ്ട്, മെമ്പർഷിപ്പ് ഒളികളെ. എന്നിട്ട് രാത്രി വരൂ, 12 മണിക്ക് വരൂ, 1 മണിക്ക് വരൂ എന്നൊക്കെ ഇരുന്ന് വിളിക്കുന്നത് കാണാം, ലാല വിളി പോലെ. അതുപോലത്തെ വല്ല സെറ്റപ്പുമാണ് മെമ്പർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊള്ളാം, നല്ലതാണ്, നല്ല ഭാവി ഉണ്ടാവട്ടെ. എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും സുധിയേട്ടന് വേണ്ടിയിട്ടുമാണെന്ന് പറയുന്നതിൽ മാത്രമാണ് എനിക്ക് ഇനി ഒരു ആശ്വാസമുള്ളത്. എന്തായാലും കിച്ചുടേ, നിന്റെ ആന്റി അല്ലല്ലേ അമ്മ, രേണുമ്മ അല്ലേ? രേണുമ്മ മെമ്പർഷിപ്പൊക്കെ തുടങ്ങാൻ പോകുന്നു. എന്താണ് നിനക്ക് ഇതിനെ പറ്റി പറയണമെന്നുള്ളത്? ഇതിനെയൊക്കെ പറ്റിയിട്ട് 10 പറയടാ. ഇതൊക്കെ നിർത്തിക്കടാ. ഒന്ന് വിളിച്ച് 10 തള്ളക്കെങ്കിലും വിളിക്ക്. ഇതിന്റെയൊക്കെ ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ബാധിക്കുന്നത് നിന്നെ മറ്റേ കൊച്ചു പയ്യനെയാണ്. 2 പേരുടെ ജീവിതമാണ് കോളം തോണ്ടുന്നത്. നാട്ടുകാർ നിന്റെ അടുത്തൊന്നും ചോദിക്കൂലേ? കൊച്ചുപയ്യന്റെ കേസ് വിടും. അവനിൽ കുറച്ചുകൂടി വളരുമ്പോ അവൻ തന്നെ ഇവളെ ചെളികാരി അടിച്ച് ചാണാമാരി എറിഞ്ഞ് പുറത്താക്കിക്കോളും. അവൻ കുറച്ചുകൂടി വളരാനുണ്ട്. അപ്പോഴവൻ റിയലൈസ് ചെയ്യും സ്വന്തം തള്ള ഇങ്ങനെയാണെന്ന്. അപ്പൊ അവൻ ചവിട്ടിക്കുട്ടി എടുത്ത് വെളി എറിഞ്ഞോളും. നിന്റെ ആരും ചോദിക്കൂലേ? അറിയാൻ പാടില്ല. എന്തായാലും വേറൊരു വീഡിയോ ആണ്. അതെന്താ ചെറിയ കുഞ്ഞു വ്ളോഗ്? നീ ആര് വലിയ വ്ളോഗാ? പാടേ. അയാളുടെ ആവശ്യം രേണുസുതി എന്നുള്ള പേര് മാറ്റാം. സൗകര്യമല്ല രേണുസുതി എന്നുള്ള പേര് മാറ്റാം.
അല്ല നീ തന്നെ വെച്ചോ, ഇനി നമുക്ക് ആവശ്യമില്ല. പിന്നെ രണ്ടും കണക്കാണ്. പിന്നെ അങ്ങേരെ പേരും പറഞ്ഞ് നീ ജീവിക്കുന്നത് കാണുമ്പോൾ എല്ലാം ശുനിയേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് കാണുമ്പോൾ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. അല്ലാണ്ട് നീ തന്നെ വെച്ചോ, നമുക്ക് വേണ്ട നിന്റെ ശുനിയേട്ടന്റെ പേര്. പിന്നെ ഒന്ന് മാറ്റിയിട്ട് കിടന്ന് രേഷ്മാബി തങ്കച്ചൻ എന്ന് പറഞ്ഞും കൊണ്ട് ആറാടിക്കൊണ്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളും പേക്കൂത്തുകളും കാട്ടിക്കൂട്ടി അത് അങ്ങനെ അങ്ങ് പൊക്കോളും. അല്ലാണ്ട് നീക്ക് എന്നാ തേങ്ങ പശു വിളിക്കണടാ നിന്റെ വീഡിയോ ചെയ്തപ്പോ അപ്പുറത്തെ എവിടെ രേണുസുതി കൊല്ലം സുധിച്ചേട്ടൻ എന്നെ നിയമപരമായിട്ട് സ്പെഷ്യൽ ആക്ട് പ്രകാരം 2017 മെയ് 7 തീയതി വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ സുധി എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ആ വ്യക്തി ലോകം വിട്ട് വിട പറഞ്ഞു പോയതല്ല, അത് പോട്ടെ എന്ന് വെക്കാം. പക്ഷെ അങ്ങേര് പോകുന്നതിന് മുന്നേ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് നിന്നെപ്പോലെ ഒരെണ്ണത്തിനെ കെട്ടിയത്. നിന്നെപ്പോലെ ഒരെണ്ണം കാരണം മരിച്ചതിന് ശേഷം നാണം കെടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അങ്ങേര്. എന്നിട്ട് ഇത്രയും കാലമായിട്ട് അങ്ങേരെ പേരിനെ വെച്ച് ചീഞ്ഞളയിപ്പിച്ചു കൊണ്ടിരുന്നും കൊണ്ട് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഒരുത്തി. എന്തിന്? ആ മക്കളുടെ ഭാവി അടക്കം തീർന്നു തൊലച്ച്. കൂടുതലൊന്നും പറയാനില്ല. അദ്ദേഹമായിട്ട് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വൈഫായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ പേര് മാറ്റത്തില്ല. നീ എങ്ങനെ മാറ്റും? എങ്ങനെ വെച്ചല്ലേ മുതലെടുപ്പ് നടത്തി മുതലാക്കിക്കൊണ്ട് ജീവിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയല്ലോ പട്ടാളക്കാരൻ വരുന്നു, ഗൾഫുകാരൻ വരുന്നു, മറ്റവൻ വരുന്നു. ഏവനെങ്കിൽ ഒരുത്തനെ ഒന്ന് കെട്ടിപ്പോടെ എത്തി. അതോടെ ആ ശല്യം അങ്ങ് തീർന്നു കിട്ടുമല്ലോ. ഒരു ചത്തുപോയ ഒരാളെ വെച്ചിട്ട് വിറ്റിരിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഈ ലോകത്ത്. സത്യം പല്ലി അടിച്ചടേ. എന്തോന്നടേ രേണു ഇത്? നിങ്ങളല്ല, നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ പേര് മാറ്റുന്നത്. എനിക്ക് നാണമുണ്ടോന്ന്? നിനക്ക് നാണമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അത് ചോദിക്കേണ്ട കാര്യമില്ല. ആരുടെ അത് ചോദിച്ചത് രേണുവിന് നാണം ഉണ്ടോന്ന്? നാണവും മാനം ഇല്ലാത്തോണ്ടല്ലേ ഇമാതിരി അപരാധങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറണം. നാണവും മാനം ഇല്ല. പേര് പറയാം. നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ ആര് എന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിട്ട്? നിന്റെ ഈ കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ഇവിടെ നശിപ്പിച്ച് നാറാണതാക്കിയ നമ്മൾ കയറി ഇടപെടും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഒഴിഞ്ഞു പോയിട്ടോ. മെമ്പർഷിപ്പിന്റെ അകത്ത് പോയിട്ട് നിന്റെ ഈ കോലാണ്ടിയും കുറച്ച് ആൽബങ്ങളും കൊണ്ട് അവിടെ ഇടും. നമ്മൾ ആരും വരത്തില്ല, നമ്മൾ ആരും പർച്ചേസ് ചെയ്യത്തില്ല, ആരും കാണാൻ വരത്തില്ല. അവിടെ പോയി ഇടണേ. എന്റെ കാര്യം നോക്കാം. റീച്ച് ആകാൻ വേണ്ടിട്ട് രേണുസുദിനെ മെക്കെട്ട് കയറുന്ന കാര്യമില്ല. വെറുതെ അവിടെ ഇവിടെ പോകുന്ന കണ്ട വഴി പോകുന്നവരും അവിടെ പോകുന്നവരും ഇവിടെ പോകുന്നവരും രേണുസുദിന്റെ പേര് പറഞ്ഞങ്ങ് റീച്ച് അങ്ങ് നേടുക. നീ ആരതിന് നിന്നെ പറഞ്ഞ് റീച്ച് ചെയ്യണേ? അപ്പൊ ബാക്കി നമ്മൾ ഇട്ട വീഡിയോകളെല്ലാം വെള്ളത്തിൽ ഇട്ട വളിയാ തോന്നണേ. എടാ സകലമാന ഉടായ്പകളെ വലിച്ചീര് ഒട്ടിച്ച് തന്നെയാണ് റീച്ച് നേടിയിട്ടുള്ളത്. പിന്നെ റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ നല്ല ഒറ്റയ്ക്കിരുന്ന് കാണാനല്ല. അല്ലാണ്ട് അയ്യോ നിന്നെ പോലെ വന്നിട്ട് തള്ളാനൊന്നും നമുക്കറിയത്തില്ല. റീച്ചിനും പൈസയ്ക്കും ഒക്കെ വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. എത്തിക്സ് കാണിക്കുന്നുള്ളൂ. നിനക്ക് അതില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഉറപ്പില്ലാത്തതെ. നീ എന്തോന്ന് ഉപകരണമായോ ഇപ്പൊ എന്റെ ഇടയിൽ? എന്തോന്നടാ ഇത്? ഒരു ഒലക്ക ഇട്ടിരുന്നെങ്കിൽ അയ്യോ മാറ്റണ്ടടി. വെച്ചോ, നീ തന്നെ കെട്ടിപ്പിടിച്ച് വെച്ചോ. വിറ്റ് ജീവിക്കല്ലേ അങ്ങേരെ? അങ്ങനെ മരിച്ചുപോയ ഒരു ആളെ വെച്ച് വിറ്റ് ജീവിക്കല്ലേ? എന്റെ സുനിയേട്ടോ എന്തൊക്കെ ആയിരുന്നു പട്ടക്ക ദാ ഗുദ. ഇനി വേറൊരു വീഡിയോ കാണിക്കാം. എങ്ങോട്ടോ കെട്ടിയെടുത്തോണ്ട് കുറച്ച് ദിവസം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇവളങ്ങ് ഗൾഫിൽ പോയിട്ട് അവിടെ മൊത്തം യുദ്ധങ്ങളായി. ഇനി എന്തോന്നാ നമ്മുടെ നാട്ടിലേക്ക് പ്രശ്നങ്ങൾ? ഒന്നാമത് 2026 മൊത്തം പ്രശ്നമാണ് ഇവിടെ. ഇവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്യുന്നു എന്തോ. നമുക്ക് എന്തായാലും റസൽ കൈമയിലേക്ക് പോവാം, ആ വലിയ വീട്ടിലേക്ക്. ഹലോ നമസ്കാരം. നമസ്കാരം. റാണസുണിയാണല്ലേ? റാണസുണിയാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വരുന്നു നിങ്ങളെ കാണാൻ. എവിടെയാണെന്ന് അറിയുമോ? നമ്മുടെ അയ്യോ ദേവി ഇത് കെട്ടിയെടുക്കരുത്. നീ എങ്ങോട്ടെങ്കിലും പോയി. നീ ഒന്ന് പോയി തരൂടെ? മെമ്പർഷിപ്പിൽ പോയി അവിടെ എന്തെങ്കിലും കാണിച്ചു വിട്ട് നിന്റെ കോപ്രാക്കൾ കാണാൻ കുറെ അവരാധി മക്കൾ അങ്ങോട്ട് വരും. അതിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരുന്നു. അവിടെ പോയിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വലിച്ച് പോട്ടെ അതൊക്കെ കാണിച്ചങ്ങിരുന്നോ. യുഎയിലെ റാസൽ ഖൈമയിലുള്ള SH ഹോട്ടലിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റിലേക്കാണ് വരുന്നത്. നിനക്ക് എല്ലാം ബാറ് മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒന്നും അവിടെ കിട്ടുന്നില്ലേ? എന്തുവാ ഈ ബാറുമായിട്ടുള്ള ബന്ധം? പറ. ഈ മാസം 21-ാം തീയതി ഗ്രാൻഡ് ഓപ്പണിംഗ്. അപ്പൊ ഈ മാസം 21-ാം തീയതി UAE എല്ലാവരും മുങ്ങിക്കോളി. നിങ്ങൾ എല്ലാവരും എവിടെയെങ്കിലും പോയി കവന്നടന്ന് ഉറങ്ങും. ഇതങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് നാട് നശിപ്പിക്കാനായിട്ട്. ഓരോരുത്തർ വന്നിട്ട് അവിടെ ആയിട്ട് യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകും. എന്ത് പറയാനല്ലാണ്ട്.
ചെമ്പരത്തിയുടേത്. അപ്പൊ ഞാനും ഉണ്ടാവും അവിടെ. അതുപോലെ തന്നെ അതാണ് ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ബാറിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. നീ അവിടെ ഉണ്ടാവും എന്ന് പറയുന്നത് നല്ലത്. ആയിക്കോട്ടെ, അത് പൊളിഞ്ഞ് തരിപ്പണം. എടേ, ഇവള് ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ ഇവള് വന്നിട്ട് പോയിട്ടുള്ള ഏതെങ്കിലും കട ബാക്കിയാവുന്നുണ്ടോ ഇപ്പോ? ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കട ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഈ ഓപ്പണിംഗിന്റെ അന്ന് ഫ്രീ ഡ്രിങ്ക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് ചേർസ് പറയാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒന്നിച്ച് ചിയേഴ്സ് പറയാം. പിന്നെ നിന്റെ അവിടെ ചിയേഴ്സ് പറയാം. നീ ആര് അതിനേക്കാൾ ഒറ്റയ്ക്കിരുന്ന് മറ്റേ പാലത്തിന്റെ അടിപ്പേര് നടി, മനസ്സിലേ? നിന്റെ അവിടെ ചിയേഴ്സ് പറയാനെന്ന്. പിന്നെ ചിയേഴ്സ് പറയാൻ പറ്റിയ ചാതനം നൈറ്റ്, അതായത് മ്യൂസിക് നൈറ്റില് ചെമ്പരത്തി വിത്ത് മ്യൂസിക് നൈറ്റ് ഉണ്ട്. ചെമ്പരത്തി വിത്ത് മ്യൂസിക്. നിനക്ക് 2 ചെമ്പരത്തി പൂവിന്റെ കുറവുണ്ട്, ചെവിയിൽ വെച്ചോ എടുത്ത്. അത് ആവശ്യം വരെ മിക്കാറോ താമസിയാതെ. അതുപോലെ തന്നെ നമുക്ക് അവിടെയുള്ള പ്രവാസികൾ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അത്രയ്ക്ക് ഗതിയിട്ട് ഏത് പ്രവാസികളായിരിക്കുന്നത്? കുറെ അപരാധികളുണ്ട്. ഇതിനെയൊക്കെ ഇപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ വിവരം ബോധം പൊക്കണമില്ലാത്ത ടീംസ്. അത് എല്ലായിടത്തും കാണുമല്ലോ കുറെ വേട്ടവാളയത്തിലും. ആ ഗണത്തിൽപ്പെട്ടതാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നോട് തന്നെ അഭിമാനം തോന്നുന്നത്, പലരും എനിക്കിപ്പോ മെസ്സേജ് തിരുത്തി അയക്കാറുണ്ട്. അതിലെ നീ പറഞ്ഞതാണ് ശരി, അന്ന് നിന്നെ ചീത്ത വിളിച്ചു, ഇന്ന് നീ പറഞ്ഞതാണ് ശരി എന്നൊക്കെ പറഞ്ഞയച്ചു. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് മാത്രം മതി എനിക്ക്. അതാണ് എന്റെ വിജയം. എനിക്കറിയാം, അവരൊക്കെ എന്നെ വന്ന് കാണുക, നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ അടിപൊളി ഉള്ള കാര്യം പറ. ഇതിനെയൊക്കെ പരിചയപ്പെട്ട് ഭാവി ജീവിതം കൂടി തുലക്കരുത്. ഇതിനെയൊക്കെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. ഉള്ള കാര്യം പറയാം. ഫുഡ് കഴിക്കാം, ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം. മാനർച്ചി സ്പെഷ്യലായിട്ട് മാനർച്ചയ്ക്ക് ഉണ്ടെന്നാണ് കേട്ടത്. നമുക്ക് അവിടെ വന്ന് അതൊക്കെ പറ്റും. അതെല്ലാം കൂടി കുറവുള്ളൂ. മാനിറച്ചി. നീ മാനിറച്ചി അവിടെ ഇരുന്ന് തിന്നോ? അത് ഇവിടെയും കൂടി കൊണ്ടുവന്നാൽ നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും. നീ പാർസൽ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാം, നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും. ഇവളെന്തായാലും ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ ഇവളെ ചെക്ക് ചെയ്യണം കേട്ടോ. ഇവള് ചിലപ്പോൾ അവിടെ നിന്ന് പാർസലും കൊണ്ട് ഇങ്ങോട്ട് വരും. എങ്കിൽ അത് മതി, എന്തെങ്കിലുമൊക്കെ മതി. എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കണം ഇതിന്. അകത്ത് പോ. ഇവിടെ കിടന്ന് നിന്നെ അകത്താക്കിയിട്ട് നമുക്ക് വിജയം നേടാനല്ല. കാരണം സോഷ്യൽ മീഡിയ കുറച്ച് ദിവസമെങ്കിലും നിന്റെ അപരാധങ്ങൾ കാണാതെ ഒരു റെസ്റ്റ് കിട്ടും. ആ റെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നത്. എന്തായാലും മാനിറച്ചി കേസിൽ രേണുസുതി അറസ്റ്റിൽ, അതായിരിക്കും എന്റെ തമ്മനയിൽ. കഴിക്കണ്ടേ? അതുപോലെ അടിപൊളി ഷെഫാണ്, നമുക്ക് വേണ്ടി ഫുഡ് തയ്യാറാക്കാനുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. ഇനി അങ്ങോട്ട് കെട്ടിയെടുത്ത് അവിടെ നശിപ്പിക്കും. യുദ്ധങ്ങൾ മാറി മാറി നടക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇത് ഒരു കുറവില്ല കേട്ടാ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അയ്യോ, ആണോ? ഇതെന്താ ചരിഞ്ഞിരിക്കുന്ന? എന്താ രേണു ഇങ്ങനെ ഒരു നോട്ടം? ഇതെന്താ ഇത്? എന്തുറ്റി? അയ്യോട്ടോ. കൊള്ളാം. എന്തായാലും രേണു, വിധവകൾ റിപ്രസെന്റ് ചെയ്തെന്ന രേണുസുതിയാണ് നിങ്ങളുടെ പ്രിയ താരം, മിന്നും താരം. വിധവകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന റണസുനയുടെ ഓരോരോ ക്ലിപ്പുകളാണ്, മീൻസ് വീഡിയോകളാണ്. കണ്ടാസ്വദിക്കൂ, കേട്ടാസ്വദിക്കൂ. ഇനിയും പറയണം വിധവകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെന്ന്. പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. എടേ, ഈ സുതി ഇങ്ങനെ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടൂല എന്ന് പറഞ്ഞ ഒരുത്തിയാണ്. ഇത് ഞാൻ ജനുവിൻ സോഴ്സിന്ന് അറിഞ്ഞ കാര്യമാണ് കേട്ടാ. അതുപോലെ ഈ മഹേന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് എന്റെ വീഡിയോ പലർക്കും ഇവൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവളൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത് വെറും പച്ചക്കള്ള. എന്തായാലും വേറൊരു വീഡിയോയില് സുനിയേട്ടനെ പറ്റിയിട്ട് ഇവള് പറയുന്നുണ്ട്, കേൾക്കാം. എന്തുവാ ഇതെന്താ വോയിസ് അടിച്ചു പോയാ? നോക്കട്ടെ. എല്ലാ സിനിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഓർക്കുന്നതെന്ന് അവൾക്കിപ്പോ തമാശയായി. അത് ഇതാണ് ഇവളുടെ റിയൽ ക്യാരക്ടർ. ഒരിക്കലും ഇവള് സുധി എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിച്ചിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ ഞാൻ ജനുവിൻ സോഴ്സിൽ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെ അപരാധങ്ങളാണ് സുധി ജീവിച്ചിരിക്കുമ്പോൾ ഇവള് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയാം. അതാണ് തെളിവ് സഹിതമുണ്ട്. അറിയണോ? അറിയിക്കണ്ട. കാരണം പോ 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 എന്റെ മുഖത്തിന് ഏരിയയിൽ എനിക്ക് കണ്ടുപോലും. അവക്കിപ്പോ തമാശയായി. എല്ലാ സുധിയേട്ടന് വേണ്ടിയിട്ടാണ് കണകണ. അവക്ക് തമാശയായി. ചുമ്മാ തള്ളി മറിയോ സുധിയേട്ടൻ. കോപ്പാണ് ഇവള്. അവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കണേനൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ചില ചീഞ്ഞളഞ്ഞ കേസുകളുണ്ട്. ആ ഗണത്തിൽപ്പെട്ട ഒന്നാണ് ഇത്. അപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഞാൻ വേറെ വീഡിയോ ക്ലിപ്പ് കൊടുക്കാം, മെമ്പർഷിപ്പിന്റെ പുതിയ എപ്പിസോഡ്. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം.
എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. ഇനി അപരാധങ്ങൾ അവിടെ തുടരൂ, ഇങ്ങോട്ട് ദയവ് ചെയ്തിട്ട് കൊണ്ടിടരുത്, നമ്മുടെ നാട് നശിപ്പിക്കരുത്. അപരാധങ്ങൾ തൊലച്ചു നാറാണത്തേക്ക് സോഷ്യൽ മീഡിയ നിന്നെയൊക്കെ പോലുള്ള കുറേ നീ അലിൻ ജോസ് പെരേര അവന്മാര് വേറൊരുത്തണ്ട് ഒരു താടി വെച്ച ഒരുത്തായി അവനൊക്കെ കൊണ്ട് ഓരോ പെണ്ണുങ്ങൾ എവിടെ നിന്നൊക്കെ കുറെ മറ്റേ ഠോകളെയും കൊണ്ടുവന്ന് എന്തൊക്കെയോ അപരാധങ്ങൾ കാട്ടിക്കൂട്ടി ഈ സോഷ്യൽ മീഡിയ നശിപ്പിച്ചടേ. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമൊന്നും തുറക്കാൻ വയ്യ. കുറെ അപരാധങ്ങളാണ്, നിന്റെയൊക്കെ കുറെ അഴിഞ്ഞാട്ടങ്ങളാണ്. ഇനി മെമ്പർഷിപ്പിലും കൂടി കാണാം. അത് നല്ലത് തന്നെ കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഈ അപരാധം നീ ബാക്കിയുള്ള കൊച്ചു പിള്ളേരടക്കം വഴിയെത്തിക്കുന്നതിനേക്കാളും നല്ലത് മെമ്പർഷിപ്പ് എടുത്ത് അവിടെ ഇരിക്കുന്നത്. അമ്മ പൈസ കൊടുത്തല്ലേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിന്റെയൊക്കെ അന്ധമായിട്ട് സ്നേഹിക്കുന്ന കുറെ അപരാധി മക്കൾ വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്ത് അവിടെ ഇരുന്നോളും. അത് നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. തൊല ഞങ്ങൾ പോവില്ല, പോയി കിട്ടിയില്ല, മതി. ഈ നെഗറ്റീവ് പറയുന്ന കുറച്ച് നെഗറ്റീവുകളോട് എനിക്ക് സഹതാപം മാത്രമാണ്. കാരണം എനിക്ക് നിന്നോടാണ് സഹതാപം. കാരണം ഇങ്ങനെയും ഗതികെട്ട് ജീവിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണല്ലോ നീ. അതുകൊണ്ട് നിന്നെ പോലുള്ളതിന്റെ അടുത്താണ് എനിക്ക് സഹതാപം ഉള്ളത്. സീരിയസ്ലി ഞാൻ പറയാമല്ലോ, കട്ടക്കാണ്. എന്റെ വീഡിയോയിൽ വന്ന് എന്തിട്ടാലും നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് പേരോട് നിന്റെ വീഡിയോയിൽ എന്തിട്ട് ഇട്ടതവിടെ ഇരിക്കട്ടെ. അതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്യട്ടെ. എന്തിനാ മക്കളെ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കുന്നത്? പേടിയാണോ നാട്ടുകാർ തെറി വിളിക്കുന്നത്? കാലുവേദനയാണ്, വേറെ ഒന്നുമില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം നിന്റെ സ്വഭാവം എന്താണെന്ന് ഇവിടെ ആർക്കും ഇതുവരെ അറിയത്തില്ല. നാട്ടുകാർക്ക് ആർക്കും പിടികിട്ടുന്നില്ല. നീ എന്ത് ചീഞ്ഞളിഞ്ഞ സ്വഭാവമാണ് ഇവിടെ കാട്ടി കൂട്ടുന്നതെന്ന്. ഇതെല്ലാം പറ. നിങ്ങളുടെ വിചാരം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് അതിന് ഭയങ്കര സങ്കടമാണ്. എടോ അതിന് ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനം വേണം. അതില്ലാത്ത നിന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായ? നിന്നെയൊക്കെ ആരെങ്കിലും 10 പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അത് തിരുത്താൻ ശ്രമിക്കുക ഒന്നുമില്ല. പകരം ഉളുപ്പില്ലാണ്ട് വന്നിട്ട് ഇതുപോലെ കുറയ്ക്കും. അതിനാണ് ഉളുപ്പില്ലാത്തവർക്കൊന്ന് നമ്മുടെ ഭാഷയിൽ പറയുന്നത്. രേണുസുതിയെ സംബന്ധിച്ച് ഒരു സങ്കടമില്ല. നിങ്ങൾ വന്ന് ദേഹത്ത് വന്ന് ഞോണ്ടിയാലോ കുത്തിയാലോ എനിക്ക് വേദനയാണ്. നിങ്ങൾ എന്നെ തല്ലിയാലോ എനിക്ക് വേദനയാണ്. മിക്കവാറും നിനക്ക് അതിന്റെ ഒരു കുറവും കൂടിയുണ്ട്. അത് നാട്ടുകാരെങ്കിലും കൂടി എന്നെ കൈ വയ്ക്കുമ്പോ ആ പ്രശ്നം അങ്ങ് തീരും. എന്തെങ്കിലും എവിടെന്നെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ, സത്യം മുട്ടിൽ പായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് ചിരിയാണ് വരാറ്. പൂച്ചണ്ടുകളായിട്ടായിരിക്കും വീഴുന്നല്ലേ, അതുകൊണ്ടായിരിക്കും പേടിച്ച് തൂറ് മെഴുകി കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ട് കുഞ്ഞിരിക്കുന്നത്. മനസ്സിലായി. നെഗറ്റീവ് കമന്റ്സ് എനിക്ക് ചിരിയാണ് വരുന്നത്. കമന്റ് ബോക്സ് എന്തിനാണ് ഈ ഓഫ് ആക്കിയത്? പേടിച്ചിട്ടല്ലേ? എത്രയേ ഉള്ളൂ നീ ചുമ്മാ തള്ളി മറക്കി. ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇത് പൊട്ടിക്കരയും. അതാണ് റണാസുന. അപ്പ് കുശുമ്പ് പെടാൻ പറ്റിയ സാധനം നിന്റെ അടുത്താ കുശുമ്പ. അതിനേക്കാളും നല്ല നമ്മൾ മറ്റേ പാമ്പ് പണ്ട് തല്ലടിച്ച് ചെയ്യാവുന്ന പറയില്ല, അതുപോലെ സ്വന്തമായിട്ട് തല്ലടിച്ച് ചെയ്യാവുന്നതായിരിക്കും നല്ലത്. നിന്റെ അടുത്ത് കുശുമ്പ്, പിന്നെ കുശുമ്പ് പെടാൻ പറ്റിയ സാധനം. നീ പക്ഷെ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ നാറാണത്താക്കുന്നു. അത് വേണ്ട, അത് നിർത്തിത്താ. നിന്റെ ഗുണമധികാരം ഒന്ന് നിർത്തടേ, എഴുതി പോടെ ഒന്ന്. ശല്യം. കുശുമ്പപ്പെടാൻ പറ്റിയ ചാതന ചക്കിട്ട് വാവ ചുങ്കിട്ട് വാവ. നിന്റെ അപരാധത്തിന് മരുന്നില്ല, അതാണ് സത്യം. നീ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് പേക്കൂത്തിനും മരുന്നില്ല. എന്തെങ്കിലും തോന്നിവാദങ്ങൾ കാണിച്ചു കൂട്ടി സോഷ്യൽ മീഡിയ കിടന്ന് കൊണയ്ക്കും. അതെ, ഫ്ലൈറ്റിൽ കയറി ഏറിപ്പോവും. അതാണ് സംഭവിക്കുന്നത്. നാണമില്ല എനിക്ക് ഇങ്ങനെയൊക്കെ വന്നിരുന്നു കൊണക്ക്. സത്യം ആലോചിച്ച് നോക്ക്. ഐശി എന്ത് ക്വാളിറ്റിയാണ് ഞാനൊക്കെ ഉള്ളത്. ലെവലേശം എവിടെയെങ്കിലും കുറെ മുണ്ണകളുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന. വിവരവും ബോധം പൊക്കണമില്ലാതെ വീട്ടിലും ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്ത എവിടെ കിടക്കുന്ന കുറെ അപരാധി മക്കള് നിന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അത് സത്യമാണ്. കുറെ തീട്ടം തീനികള് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് ഏതെങ്കിലും മനുഷ്യന്മാരെ നിന്നെ സപ്പോർട്ട് ചെയ്യും ഇല്ല. ഇനി നമ്മുടെ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ 17 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 45 രൂപയാണ് മാസം ഇവൾക്ക് വേണ്ടിയിട്ട് ചിലവാകുന്നത്. 45 × 17 അതാണ് ഉത്തരം. എത്രയുടെ ആരെങ്കിലും ഒന്ന് ഗുണിക്കടേ. 45 × 17 10 450. അപ്പം ബാക്കി ഒരു 7 കൂടി ഇട്ട്, അത്രേ ഉള്ളൂ. എന്തില്ലാവട്ടെ. അപ്പൊ അതാണ് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട്. ആവശ്യമുള്ളവർ പോയി സബ്സ്ക്രൈബ് ചെയ്ത് അപരാധം അവിടെ പോയി കാണും. ദയവ് ചെയ്തിട്ട് ഇനി രേണുസുതിയുടെ എനിക്കൊരു അപേക്ഷയാണുള്ളത്, വേറൊന്നുമല്ല. നിന്റെ സകലമാന വീഡിയോസും നിന്റെ സബ്സ്ക്രിപ്ഷൻ്റെ അകത്താണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ കാലിയാണ്, മനസ്സിലായി? അത്രേ ഉള്ളൂ. എന്തായാലും അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു പട്ടിയും വരില്ല. ട്രൈ ഫ്രീ ഫോർ 14 days. എനിക്ക് ആ ഫ്രീ പോലും വേണ്ട. ഫ്രീ ആയിട്ട് പോലും 14 ദിവസം പോലും നിന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ എനിക്ക് കാണണ്ട.
അപരാധം. ഓ ഇതെന്താ ബാക്കിൽ നിന്നാണല്ലോ ഇൻട്രോഡക്ഷൻ. നോക്കാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കട്ടെ. ഇതെന്താണ് തീർന്ന വോളിയൊന്നും ഇല്ലേ? എന്ത് പറ്റി? എന്തായാലും നല്ലതാ കേട്ടോ വോളിയം ഇല്ലാത്തത്. ഇനി വോളിയുമായിട്ട് വന്നിട്ട് വീണ്ടും കണവണാന്നാവണ്ട. അച്ചുടാ ഇതെന്താ ഡാൻസ്? എന്തായാലും നല്ല കാര്യം. സബ്സ്ക്രിപ്ഷനൊക്കെ അവിടെ ഇട്ടും കൊണ്ട് അപരാധങ്ങളൊക്കെ അവിടെ കാണിക്കും. എന്തായാലും മാനർച്ചിയുടെ കേസിൽ നിന്നെ ഒന്ന് പിടിച്ച് അകത്തിട്ടാൽ മതിയായിരുന്നു. ഇവിടെ നിങ്ങാണ്ട് നീ കൊണ്ടുവരണം. നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ആയതുകൊണ്ട് നീ ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയെങ്കിലും നിന്നെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം. ഉള്ള കാര്യം പറയാമല്ലോ, സത്യം. ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കട്ടെ ആരെങ്കിലും. എന്തെങ്കിലുമൊക്കെ ചെയ്യടേ. എത്രയോ ഇടിയും മിന്നലും ഒക്കെ വെറുതെ എവിടെ കൂടിയോ ഒക്കെ പറന്നു പോകണം. ആവശ്യമുള്ള സ്ഥലത്തൊന്നും വീഴാതെ കഴിയില്ല. ഇടിയും മിന്നലിലേക്ക് ഒരു കാര്യം, നിന്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് പോലെ വിളിക്കാൻ തുടങ്ങിയ ഒരു പശുവാണ്. ആ പശുവിന് പോലും ഏരിയയിൽ പിടിക്കുന്നില്ല. എന്തോന്നില്ല ഇതൊക്കെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. ഇതൊക്കെ കാണേണ്ട ഗതികേട്, ഇതൊക്കെ കേൾക്കേണ്ട ഗതികേട് നമുക്കുണ്ടായല്ലോ പ്രിയ സുഹൃത്തുക്കളെ. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് മുഖ്യം ബിഗിലെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. മെമ്പർഷിപ്പിനെ പറ്റിയിട്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറയണ്ടല്ല. 45 രൂപ പ്രതിമാസം 45 രൂപ എടുക്കൂ. രേണുസുധീര മെമ്പർഷിപ്പ് കാണും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.